ഇത് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമല്ലേ, ചിപ്പിക്കോൺ എന്നറിയപ്പെടുന്ന ഒരു വൈറ്റ് വെറൈറ്റിയിലെ മഷ്റൂമാണ് കേട്ടോ. ഇത് ആദ്യത്തെ വിളവെടുപ്പിൻ്റെ വീഡിയോ നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഈൽഡാണ് കേട്ടോ, രണ്ടാമത് കിട്ടുന്ന ഈൽഡാണിത്. ആദ്യം അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തത് ഇത്രത്തോളമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, നല്ല കാലാവസ്ഥ, അതായത് നല്ല ടെമ്പറേച്ചർ കൂടുതലുള്ളൊരു സമയമാണ്, നമ്മുടെ ഒരു മാർച്ച് മാസമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. എന്നിട്ട് കൂടി നമുക്ക് ഇത്രത്തോളം ഒരു വിളവ് കിട്ടിയില്ല. നമ്മുടെ ഒന്നും കൺട്രോൾ ചെയ്യാതെ, അതായത് ഹ്യൂമിഡിറ്റിയോ ടെമ്പറേച്ചറോ ഒന്നും കൺട്രോൾ ചെയ്യാതെയാണ് നമുക്ക് ഈ ഈൽഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞതിന് മെഷർ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഇപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് മെഷർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാമിന് താഴെയായിരുന്നു ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. കാണുമ്പോൾ അത്യാവശ്യം വലുതാണെങ്കിൽ കൂടിയും ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 88 ആയിരുന്നു കേട്ടോ. 100 ഗ്രാം റൗണ്ട് ചെയ്തില്ലായിരുന്നു, പക്ഷെ കാണുമ്പോൾ അത്യാവശ്യം നല്ല വലിയ കൂണായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം ഇതിനേക്കാളും നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റിന് തന്നെ ആദ്യത്തെ ഈൽഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാരമില്ല, നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ, ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഈ ഒരു ഈൽഡ് കിട്ടിയല്ലോ. അപ്പോൾ ബാഗിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മൾ ബാഗിൽ നിന്ന് ഈൽഡ് പറിക്കാനായിട്ട് ഭയങ്കര സന്തോഷത്തിൽ പോയപ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സാനിറ്റൈസേഷൻ മെത്തേഡ് നമ്മൾ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ബാഗിന് വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല കൂണ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ചിപ്പിയുടെ ആകൃതിയിൽ തന്നെ ഇതും വന്നിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അതിലും അത്യാവശ്യം ഇതുപോലെയാണ് കൂണുണ്ടായത്. കുറച്ചുകൂടെ തിക്കായിരുന്നു അതിന് ഒരു ബണ്ടിൽ വന്നിട്ടുള്ളത്, കുറച്ചുകൂടെ തിക്കായിട്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നീട് അടുത്ത ദിവസത്തേക്ക് നമുക്ക് എടുക്കാം. ഒരു ചിപ്പിക്കോണൊരു 3 ദിവസം വരെയൊക്കെ നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനതിനെ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഈവനിങ് ആയപ്പോൾ നമുക്ക് 2 പാഴ്സലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഷ്റൂമിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നിൽ വന്നിട്ടുള്ളത് പെല്ലറ്റാണ് കേട്ടോ. മറ്റേതിൽ നമ്മുടെ മഷ്റൂമിൻ്റെ സ്പൂണും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റും കേസിങ്ങും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മൾ 1 കിലോയുടെ വിത്തിൻ്റെ പാക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് 1 കിലോ വിത്തിന് വേണ്ടിയിട്ടുള്ള ബാഗുകൾ ഒരു ദിവസം കെട്ടാൻ സമയം കിട്ടത്തില്ല കേട്ടോ. കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് അത്രയും സമയം കിട്ടത്തില്ല. അപ്പോൾ അത് പൊട്ടിച്ച് ഉപയോഗിക്കുമ്പോഴും തിരിച്ചതുപോലെ പ്രോപ്പറായിട്ട് അതിനെ നമ്മൾ റാപ്പ് ചെയ്ത് വയ്ക്കുമ്പോഴൊക്കെ ആ വിത്ത് ചീത്തയായി പോകും കേട്ടോ. അതുകൊണ്ട് എനിക്കതിന് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു വലിയ അബദ്ധം പറ്റിപ്പോയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ 1 കിലോ വിത്ത് പൊട്ടിക്കുന്നതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാഗ് കെട്ടണമെന്നാകുമ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള മെത്തേഡൊന്നും നമ്മൾ ഫോളോ ചെയ്യാതാകുമ്പോൾ കണ്ടാമിനേഷൻ വന്ന ട്രൈക്കോഡെർമ പോലുള്ള അസുഖങ്ങൾ വന്ന് ബെഡുകളെല്ലാം ചീത്തയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതെനിക്കൊരു വലിയ മണ്ടത്തരമായിപ്പോയി. ഇത്രയും വലിയ വിത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയപ്പോൾ, ഞാൻ സാധാരണയായിട്ട് ചെറുതാണ് കേട്ടോ വാങ്ങാറുള്ളത്. ഇപ്പോൾ ഇത് വലുതാണ് എനിക്ക് വന്നത്. പിന്നെ ഞാൻ റിട്ടേൺ ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ എല്ലാം ചെക്ക് ചെയ്തൊക്കെ നോക്കുകയാണ് മിൽക്കിയുടെ ആണോ എന്നൊക്കെ. പിന്നെ നമുക്ക് അതിനായിട്ടുള്ള ബാഗ്, പ്ലാസ്റ്റിക് കവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. കേസിങ് എത്ര വന്നിട്ടുണ്ട് അതൊക്കെ എണ്ണി എടുക്കുകയാണ്. പിന്നെ 1-2 പാക്കറ്റ് പൊട്ടി അതിനകത്ത് തന്നെ വീണായിരുന്നു. കേസും പൊട്ടി അതിനകത്ത് തന്നെ വീണായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും റിട്ടേൺ അയച്ചില്ല, എല്ലാം നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെല്ലറ്റ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിലാണ് ചാക്കൊക്കെ പൊട്ടിച്ച് നോക്കുന്നത്.